ഇവിടെ വന്നപ്പോൾ ഐ ഡിഡ് നോട്ട് പെർഫോം റിയലി വെൽ ഇൻ ദ സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിലൊക്കെ എനിക്ക് വളരെ മോശം മാർക്കായിരുന്നു. ഐ സ്റ്റാർട്ട് ഫോക്കസിങ് മോർ ഓൺ എനിക്ക് വീക്കായിട്ടുള്ള പാർട്സൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ച്. ഞാൻ പണ്ടേ മാത്ത് ഭയങ്കര വീക്കായിരുന്നു. എൻ്റെ JEE ലാസ്റ്റ് ഇയർ എനിക്ക് കിട്ടിയിരുന്ന 4 മാർക്സ് ആയിരുന്നു എനിക്ക്. അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു വാശി പോലെ തന്നെയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നപ്പോഴും ഐ കുഡ് നോട്ട് ക്യാച്ച് അപ്പ് വിത്ത് മാത്ത്. നല്ല സ്പീഡും അതും സോൾവ് ചെയ്യുമ്പോഴും എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും എനിക്ക് ക്ലാസ്സിൽ സോൾവ് ചെയ്യാൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് സ്ലീപ്ലെസ് നൈറ്റ്സ് അങ്ങനെ തന്നെ പറയാം മാത്സ് നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചു. ഈച്ച് എക്സാം കഴിഞ്ഞിട്ട് എവറി ക്വസ്റ്റൻ ഐ മേഡ് ഷുവർ ദാറ്റ് ദെയർ വാസ് നോ ക്വസ്റ്റൻ ലെഫ്റ്റ് സോൾവ് ചെയ്യേണ്ടി പോയിട്ടില്ലായിരുന്നു എന്ന്. ആൻഡ് കൺസിസ്റ്റൻ്റ്ലി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഐ യൂസ് ടു ആസ്ക് മൈ പ്രൊഫസർ. പേഴ്സണലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് യൂണിറ്റ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചാപ്റ്റർ വൈസ് പോയി. എന്നിട്ട് പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഓൾ റൗണ്ട് ഞാൻ ഓൾ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ സെക്ഷണൽ ടെസ്റ്റ് ആയിട്ട് നമ്മൾ ടാബിലൊക്കെ ആയിട്ടുണ്ട്, ഈ ലേണിംഗ് ആപ്പിലൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. മാത്സിന് 4 മാർക്കിൽ നിന്നിട്ടതേ ഇപ്പോൾ ഓവറോൾ 99.8 വരെ എത്തിയെങ്കിൽ വൈ നോട്ട് IIT അല്ലേ, അതും ടോപ്പിൽ തന്നെ. ഹായ് എവ്രി വൺ. സോ ബിർള സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും 2026 JEE മെയിൻ ഫസ്റ്റ് സെഷന് 300ഓളം വിദ്യാർത്ഥികളാണ് 99% മുകളിൽ സ്കോർ കരസ്ഥമാക്കിയിരിക്കുന്നത്. സോ അതിൽ ഒരു മിടുക്കിയാണ്, ഒരു പെൺപുലിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. മീറ്റ് കെൻസ ഐലിഷ്. ഓക്കെ, കെൻസയ്ക്ക് നമ്മുടെ 2026 JEE ഫസ്റ്റ് സെഷന് 99.8% കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് മോളെ. യെസ്, അപ്പോൾ നമുക്കറിയാം ഈ ഒരു JEE എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഗേൾസിൻ്റെ ഒരു ഇത് കുറവാണ്. ബട്ട് സ്റ്റിൽ കുറച്ച് നാൾ കൊണ്ടേ നമ്മുടെ കുട്ടികൾ പെൺകരുത്ത് അതിനകത്ത് തെളിയിച്ച് വരുന്നുണ്ട്. അതിലിതാ ഈ വർഷവും തെളിയിച്ചു എന്നത് എൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കെൻസ. ആൻഡ് മോളെ, എന്താണ് മോൾക്ക് ഇപ്പോൾ തോന്നുന്നത്? എന്താണ് ഇപ്പോൾ ഈ ഒരു 99.8% എന്ന് പറഞ്ഞത് ഭയങ്കര വലിയൊരു സ്കോറാണ് അല്ലേ? ആൻഡ് വാട്ട് യു ഫീൽ നൗ? ഐ ഫീൽ വെരി ഹാപ്പി. നല്ല ഓവർവെൽംഡ് ആണ്. ഐ എം ഓൾസോ വെരി ഗ്രേറ്റ്ഫുൾ ടു മൈ ടീച്ചേഴ്സ്. പഠിപ്പിച്ചു തന്നവരും എന്താ ഫാമിലിയും ഫ്രണ്ട്സ് ആയാലും ഐ എം വെരി താങ്ക്ഫുൾ. ആൻഡ് ഒബ്വിയസ്ലി നല്ല ഹാപ്പിയാണ്. യെസ്, കെൻസ മോള് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇതിപ്പോൾ കാണുന്നത്. ഈ ആസ്പിറൻസ് ആണ് മോളെ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക കൊതിയോടെ ഓക്കെ ഞങ്ങൾ ഇനി ഇരിക്കേണ്ട പോലത്തെ ഒരു പൊസിഷനിലാണല്ലോ കെൻസ വന്നിരിക്കുന്നതെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ മോളെ? എൻ്റെ പേര് കെൻസ ഐലിഷ്. ഞാൻ ഇവിടെ ബ്രില്യൻറ്റിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ I-12 ബാച്ചിലാണ്. ലാസ്റ്റ് ഇയർ ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു കോഴിക്കോടിൽ ദേവഗിരിയിൽ. ആൻഡ് ദിസ് ഇയർ ഐ ഡിസൈഡഡ് ടു റിപ്പീറ്റ് ബിക്കോസ് ലാസ്റ്റ് ഇയർ എനിക്ക് ഉദ്ദേശിച്ച പോലത്തെ ഒരു പേഴ്സണൽ കിട്ടിയിട്ടില്ലായിരുന്നു. ദിസ് ഇയർ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. യെസ്, ഓക്കെ. മലപ്പുറത്താണല്ലേ വീട്? അതെ. യെസ്, വീട്ടിലായിരിക്കാം മോളെ? വീട്ടിൽ ഐ മൈ പേരൻസ് ആൻഡ് ഐ മൈ ബ്രദർ, എൽഡർ ബ്രദർ. ഓക്കെ. ബ്രദർ എന്ത് ചെയ്യാണ്? ബ്രദർ എഞ്ചിനീയറിംഗ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ ഫാദർ മദർ എന്ത് ചെയ്യുന്നു? പേരൻസ് രണ്ടുപേരും ലോയേഴ്സ് ആണ്. ഓക്കെ, ലോയർ ഫാമിലിയിലേക്ക് 2 എഞ്ചിനീയർ മക്കൾ. എന്തുകൊണ്ടാണ് ഈ ലോയർ ഫാമിലി അല്ലെങ്കിൽ അച്ഛനും അമ്മയും ലോയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു പ്രൊഫഷനോട് നോക്കി നിൽക്കേണ്ടതാണ്. എന്ത് പറ്റി അവിടെ നിന്ന് മാറി രണ്ടുപേരും ചേട്ടനും അനിയത്തിയും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ്. സയൻസ് നല്ല ഇൻട്രിഗിങ് ആയിട്ട് എനിക്ക് തോന്നിയതായിരുന്നു. ആൻഡ് ഐ വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നോളജി. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ എപ്പോഴാണ് ഇപ്പോൾ നീറ്റ് വേണോ JEE വേണോ എന്നൊരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? അതോ ഫസ്റ്റ് തൊട്ട് തന്നെ വേണ്ട എഞ്ചിനീയറിംഗ് ഉറപ്പായിരുന്നു, അതിൽ തന്നെ ഫിക്സ്ഡ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടൻ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് പറയാൻ പറ്റും അല്ലേ? അതെ, എന്തായാലും. യെസ്, അപ്പോൾ ചേട്ടൻ വന്ന ഒരു നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് ചേട്ടന്? 4 ഇയേഴ്സിന്റെ. അപ്പം അത്യാവശ്യം കണ്ട് പഠിച്ച് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞേച്ച് മോൾക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ പേര് ഗസൽ. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ ഒരു ഇൻസ്പിറേഷനിലൂടെ ആണെങ്കിൽ പോലും മോള് അടിപൊളിയായിട്ട് തന്നെ ഒരു വിജയം കണ്ടെത്തിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം 2026 JEEയുടെ എക്സാം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? നമ്മൾ അന്ന് പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഓർത്തിരുന്നു ഇത്രയും പെർസെന്റേജിൽ കാര്യങ്ങൾ 99ലേക്ക് എത്തും, 99.8ലേക്ക് എത്തും എന്നുള്ളൊരു കണക്കൂട്ടലുണ്ടായിരുന്നു? ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു കോൺഫിഡൻസിന്റെ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇൻ ദി എൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഐ
വാസ് ഏബിൾ ടു. യെസ്. അപ്പൊ റിസൾട്ട് നോക്കുന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു പെർസെന്റേജ് സ്കോറിന്റെ ഇതില് മോൾക്ക് എന്തായിരുന്നു പ്രതീക്ഷ? ടോപ്പിൽ നോക്കിയാൽ മതി, താഴ്ത്തു പോകണ്ടേ, നമുക്കൊരു പൊസിഷൻ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ, എന്നെ ഈ ഒരു സൈഡിൽ നോക്കിയാൽ മതി എന്നല്ല. ഐ വാസ് ആക്ച്വലി അൺഷുർ. എനിക്ക് നോക്കണ്ട എവിടെ അറിയില്ലായിരുന്നു. തുടക്കം തൊട്ട് തന്നെ നോക്കി എവിടെയാന്നല്ലേ. യെസ്. ഫാമിലിയുടെ ഒരു റെസ്പോൺസ്? ഫാമിലി വാസ് റിയലി ഹാപ്പി, വെരി ഹാപ്പി ആയിരുന്നു എല്ലാവരും. ആയാലും എക്സ്പെക്ട് ചെയ്ത പോലെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പൊ പേഴ്സണലി നമുക്ക് ഈ എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ ജെഇയുടെ ഒക്കെ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിലൊരു എന്താ പറയാ, ഒരു ലെഡി ബോസ് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. എനിക്ക് പേഴ്സണലി ഭയങ്കര എന്താ പറയാ ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കെൻസ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഓക്കെ. അപ്പൊ കെൻസ ഓൾറെഡി മോള് പറഞ്ഞു നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ഉണ്ടായിരുന്നു. പ്ലസ് 1 പ്ലസ് 2 കൂടെ തന്നെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പൊ ഉദ്ദേശിച്ച ഒരു എന്താ പറയാ, മോൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ ഒബ്വിയസ്ലി പ്ലസ് 2 ബോർഡ് എക്സാം ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ എന്തായിരുന്നു അവിടെ നിന്ന് തിരിച്ച് റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ റിപ്പീറ്റ് ഒരു ട്രൈ കൂടെ നടത്താം എന്നുള്ളൊരു ജേർണി എപ്പോഴാണ് വന്നത്? എൻ്റെ സെക്കൻഡ് സെഷനിൽ പെർഫോമൻസ് അൺസാറ്റിസ്ഫാക്ടറി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു ലെവലിൽ എത്തിപ്പോയി ആസ് എൻ റിപ്പീറ്റ് ചെയ്തേക്കാം എന്ന്. പിന്നെ ഇവിടെ എത്തിയപ്പോഴും അഫ്കോഴ്സ് ഐ ഹാഡ് എ കിക്ക് സ്റ്റാർട്ട് ഫ്രം ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലായപ്പോൾ ഒരു പുഷ് ഉണ്ടായിരുന്നു, എന്നാലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്നപ്പോൾ ഐ ഡിഡ് നോട്ട് പെർഫോം റിയലി വെൽ ഇൻ ദ സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിലൊക്കെ എനിക്ക് വളരെ മോശം മാർക്കായിരുന്നു. ഐ സ്റ്റാർട്ട് ഫോക്കസിങ് മോർ ഓൺ എനിക്ക് വീക്കായിട്ടുള്ള പാർട്സ് ഒക്കെ നോക്കാന്നൊക്കെ വിചാരിച്ച്. മോൾക്ക് ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, എനിക്ക് എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്. പ്ലസ് 2ന്റെ കൂടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. അപ്പൊ നമുക്ക് ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം. അതായിരിക്കാം മോളുടെ ഒരു അന്നത്തെ ഒരു ഇഷ്യൂ വന്നത്. ബട്ട് റിപ്പീറ്റിങ്ങിന് ഇവിടെ വന്നതിന് ശേഷം മോൾക്ക് എവിടെയാണെന്നുള്ളത് ആ ഒരു ലാക്ക് എവിടെയാണെന്നുള്ളത് മനസ്സിലായോ? ഞാൻ പണ്ട് മാത്ത് ഭയങ്കര വീക്കായിരുന്നു. എൻ്റെ ജെഇ ലാസ്റ്റ് ഇയർ എനിക്ക് കിട്ടിയിരുന്ന 4 മാർക്സ് ആയിരുന്നു എനിക്ക്. അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു വാശി പോലെ തന്നെയായിരുന്നു. ഇവിടെ വന്നപ്പോഴും ഐ കുഡ് നോട്ട് ക്യാച്ച് അപ്പ് വിത്ത് മാത്ത്. നല്ല സ്പീഡും അതും സോൾവ് ചെയ്യുമ്പോഴും എനിക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും എനിക്ക് ക്ലാസ്സിൽ സോൾവ് ചെയ്യാൻ കിട്ടിയിട്ടില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര ഈ 99.8 എന്ന് പറയുന്ന പെർസെന്റൈലിൽ എത്തിയത്. ഓക്കേ, ആ ഒരു മാജിക് ഇൻ ബിറ്റ്വീൻ എന്താ സംഭവിച്ചതെന്നോ? ഇൻ ബിറ്റ്വീൻ സോ മച്ച് വർക്ക്, ഹാർഡ് വർക്ക് വെന്റ് ഇൻ. ഞാൻ ഡേയ്സ് ആൻഡ് നൈറ്റ്സ്, സ്ലീപ്ലെസ് നൈറ്റ്സ് അങ്ങനെ തന്നെ പറയാം. മാത്സ് നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചു. ഈച്ച് എക്സാം കഴിഞ്ഞിട്ട് എവറി ക്വസ്റ്റൻ ഐ മേഡ് ഷുവർ ദാറ്റ് ദെയർ വാസ് നോ ക്വസ്റ്റൻ ലെഫ്റ്റ് സോൾവ് ചെയ്യേണ്ടി പോയിട്ടില്ലായിരുന്നു എന്ന്. ആൻഡ് കൺസിസ്റ്റൻ്റ്ലി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഐ യൂസ് ടു ആസ്ക് മൈ പ്രൊഫസർ. എനിക്ക് മാത്സ് റാവ് സാർ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സാറായാലും സാറിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടും ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് മാത്സിൽ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് നമ്മൾ എഞ്ചിനീയറിംഗിൽ ആ ഒരു ഇത് പോകുമ്പോഴത്തേക്കും അതിൽ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അത്. അല്ലെ, വേറെ ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നമുക്കൊരു ചെറിയൊരു ചേഞ്ച് വന്നാൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള കൂടുതലും നമ്മൾ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ അവിടെയാണ് കെൻസയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. മാത്സിനായിരുന്നു ഒരു വീക്ക്, പക്ഷെ അതിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലോണം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. അതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ റിസൾട്ട് അല്ലേ? യെസ്. അപ്പൊ ഏതൊക്കെ ഇപ്പം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകുന്ന മാത്രമല്ലാണ്ട് കെൻസ പേഴ്സണലി എന്തൊക്കെ മെത്തേഡ്സ് ആയിരുന്നു യൂസ് ചെയ്ത് മാത്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി? ഒരുപാട് ടൈം മാനേജ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്, ലെങ്തി ആവാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എക്സാം വരുമ്പോഴത്തേക്ക്. അപ്പൊ എന്തിലായിരുന്നു മോളുടെ ഒരു ഫോക്കസ്ഡ് ആ ഒരു മാത്സ് ഡീൽ ചെയ്യുമ്പോൾ? പൊതുവെ ഉള്ള ഇംപ്രഷൻ ആണ് ദാറ്റ് മാത്ത് ഇസ് ലെങ്തി, മാത്ത് ഇസ് ഗോണ ബി ഹാർഡ്. അത് ബിലീവ് ചെയ്തിട്ട് തന്നെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഗോണ ബി ഹാർഡ്. അത് വല്ലാണ്ട് എന്താ പറയുക, കയറി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിലും ദർസ് എ ലിമിറ്റ്. അതിന് പുറത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഒരു ലിമിറ്റിന് പുറമെ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്ത് തന്നെ ഇരിക്കുക. എന്ന് വെച്ചാൽ ഇൻകറക്റ്റിന് നമ്പർ കൂടാന്നിരിക്കുക. അപ്പോൾ അറ്റംപ്റ്റ് കുറയുവാണെങ്കിൽ, മാത്സ് സ്പെഷ്യലി കുറയുവാണെങ്കിൽ അതൊരു പ്രോബ്ലമായിട്ട് കാണാതെ തന്നെ ഇരിക്കുക. നമ്മളുടെ പെർഫെക്ഷനിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ, നമുക്ക് അത്രയും ഷുവർ ആണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. അതാണ് എൻ്റെ എക്സാം ടൈമിൽ ചെയ്തോണ്ടിരുന്നത് അല്ലെ. പഠിക്കുന്ന സമയത്താണെങ്കിൽ എന്തൊക്കെയാണ് മോള് അപ്പൊ കൂടുതലും ചാപ്റ്റർ വൈസ് ഫോക്കസ്, അല്ലെങ്കിൽ അത് ചാപ്റ്ററിൽ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവായിരുന്നു, അതോ ക്വസ്റ്റ്യൻസ് എല്ലാ ഓവറോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുകയായിരുന്നു ചെയ്തത്? എനിക്ക് മാത്സ് പേഴ്സണലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് യൂണിറ്റ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചാപ്റ്റർ വൈസ് പോയി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കോ ഓൾ റൗണ്ട് ഞാൻ ഓൾ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ സെക്ഷണൽ ടെസ്റ്റ് ആയിട്ട് നമ്മൾ ടാബിലൊക്കെ ആയിട്ടുണ്ട്, ഇ ലേണിംഗ് ആപ്പിലൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ, മോൾക്ക് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും? ബുള്ളറ്റിലെ കുറെ കാര്യങ്ങൾ അല്ലേ ഉണ്ട്, കുറെ കാര്യങ്ങൾ ഓരോ സ്റ്റുഡൻസിനും
എന്നെ ഹെൽപ്പ് ചെയ്തത് ഇതാണ് എന്ന് പറയാൻ ഡിഫറെന്റ് കാര്യങ്ങളാണല്ലോ. അപ്പം കെൻസയുടെ ഈ ഒരു മാർക്കില് എന്താ പറയാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്തായാലും One thing is the reference facility and then the e-learning app, of course. അത് രണ്ടും. ഈ ലേണിംഗ് ആപ്പിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ, Right. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഒരു സ്റ്റുഡന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പ്രോപ്പർ ആയിട്ട് അറിയാവുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അല്ലെ. അപ്പൊ മോളെ കെൻസയെ സംബന്ധിച്ച് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കാര്യം ഒരുപാട് സ്റ്റുഡൻസിന് അറിയാം. ഇനി വരുന്ന കുട്ടികൾക്കാണെങ്കിലും അവർക്കൊരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു ഇ ലേണിംഗ് ആപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് മോൾക്ക് തോന്നിയത്? മോർ ദാൻ ക്ലാസ്സസ് ഉണ്ട്, ഒബ്വിയസ്ലി കുറേ ഉണ്ട്. അതിനെക്കാട്ടിലും കൂടുതൽ അതിൽ കുറേ ടെസ്റ്റ് ഉണ്ട്. അതിൽ ഒന്നിൽ തന്നെ പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ സബ് ലെവൽസ് ആണ് ഉള്ളത്. 1, 2, 3 ഹാർഡ്, മൾട്ടിപ്പിൾ ലെവൽസ് ദെയർ. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് തന്നെ യു സ്റ്റാർട്ട് ഫ്രം ദി ഈസിയസ്റ്റ് വൺ ആൻഡ് ദെൻ യു ഗ്രേഡ് യുവർ സെൽഫ് അപ്പ്. അങ്ങനെ പോകാൻ ഇറ്റ് മേക്സ് ഇറ്റ് സോ മച്ച് ഈസിയർ ഫോർ യു ദി ആപ്പ്. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കോറിലേക്കും പെർസെൻറ്റേജിലേക്കും എത്താൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല വെൻ യു ഹാവ് സോ മച്ച് സപ്പോർട്ട് ആൻഡ് ഓൾ. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇനി ആഗ്രഹം? കാര്യം ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, അഡ്വാൻസ് ഉണ്ട്, ഓക്കെ. എന്നാലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാനാണ് താല്പര്യം? ഐ എം ഹാപ്പി ദാറ്റ് ഐ ക്യാൻ സേ ഇപ്പോൾ സേഫ് ആയിട്ട് ഒരു NIT പറയാം. അപ്പോൾ ഇനി ഹോപ്പ്ഫുള്ളി ഒരു IIT അങ്ങനെ ഒരു ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂഷൻ പിടിക്കുമ്പോൾ ഏറ്റവും ലെവൽ തന്നെ പിടിക്കാവുള്ളൂ. നമുക്ക് ആഗ്രഹിക്കാം, അത്ര ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഇത്ര സ്കോർ കിട്ടിയിരിക്കുന്നത് അല്ലെ. ആ ഒരു ചെറിയ ഇപ്പോൾ ജെയുടെ ഫസ്റ്റ് സെഷൻ ആദ്യത്തെ ട്രയല് മാത്സിന് 4 മാർക്കിൽ നിന്ന് ഇപ്പോൾ ഓവറോൾ 99.8 വരെ എത്തിയെങ്കിൽ വൈ നോട്ട് IIT അല്ലേ? അതും ടോപ്പിൽ തന്നെ ഉറപ്പായിട്ടും കിട്ടും. ആൻഡ് ഇനി ജെ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ എങ്ങനെ പോകുന്നു ജെ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ? സ്റ്റാർട്ടിങ്ങിൽ ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്, കൺഫ്യൂസ്ഡ് ആണ്. അത് ഒബ്വിയസ്ലി യൂണിറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു മെയിൻസ് എവിടെ നിന്ന് തുടങ്ങണം, സോ മെനി ലൂസ് എൻഡ്സ്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന്. ഇതും പോർഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ മീൻസ് ജെയ്മെയിൻസ് പോലെയല്ല, കുറച്ചുകൂടെ ഡീപ്പാണ്, ഫാസ്റ്റ് ആണ്, പിന്നെ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ രീതിയിൽ പഠനം ഒന്ന് ഡിവൈറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ അതൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അല്ലേ? യെസ്. അപ്പൊ ജെയ്മെയിൻ സെക്കൻഡ് സെഷൻ എഴുതാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് കെൻസയ്ക്ക് എന്തായാലും ഫൈനലായിട്ട് പറയാറുള്ളത്? ഈ സെഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാറ്റേൺ മാറിയതുകൊണ്ട് ചില ആൾക്കാർക്ക് അവരുടെ കാലിബറിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സ്കോർ ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നുണ്ടായിരിക്കില്ല. അത് ഒരിക്കലും ഒരു വിഷയമായിട്ട് എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ജെയ്മെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ ലക്ക് ഒരു ഭയങ്കര വലിയ ഫാക്ടറാണ്. അപ്പോൾ അത് നിങ്ങളുടെ കാലിബറായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് യു മൈറ്റ് നോ ദാറ്റ് യു ആർ മോർ കേപ്പബിൾ ഓഫ് എ ബെറ്റർ സ്കോർ. അപ്പോൾ അത് ബിലീവ് ചെയ്യുക ആൻഡ് ബിലീവ് ദാറ്റ് ദർ ഇസ് സംതിങ് ബെറ്റർ വെയിറ്റിംഗ് ഫോർ യു ഔട്ട് ദെയർ. സെഷൻ 2 വേണ്ടിയിട്ട് നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക. 2 months ഓൾമോസ്റ്റ് ഉണ്ട്. അത് വലിയൊരു സമയം തന്നെയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ടൈം സ്പാൻ. അതിൽ നമുക്ക് എത്രയോ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്, ദാറ്റ്സ് ലോട്ട് ഓഫ് ടൈം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് ദാറ്റ്സ് ലോട്ട് ഓഫ് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ടു. അപ്പോൾ അതിനെ ബിലീവ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ 2 months എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ മാത്സിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് കെൻസ ഓൾറെഡി പറഞ്ഞു തന്നു. അത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് കെൻസ, ഇത്രയും നല്ലൊരു മാർക്കോട് കൂടി നമ്മുടെ സ്റ്റുഡൻസിന് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഇവിടെ എത്തിയത്. ആൻഡ് ഇനി ജെ അഡ്വാൻസിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കാണണം. ആൻഡ് ജെ അഡ്വാൻസിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പ്രഷർ എടുത്ത് കെൻസ വഴി പറയാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പോൾ മോളുടെ ആഗ്രഹം പോലെ തന്നെ നല്ല ടോപ്പ് IIT തന്നെ കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.